യാത്രികയുടെ മറ്റൊരു യാത്രയിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ ഒരു ഒഴിവു ദിനം വെറുതെ വീട്ടിൽ ബോറടിച്ചിരുന്നപ്പോൾ ഒന്ന് സ്വിറ്റ്സർലാൻഡിൽ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ വണ്ടിയും എടുത്ത് ഞങ്ങൾ സ്വിറ്റ്സർലാൻഡിലേക്ക് പോവുകയാണ്. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, ഇത് മറ്റേ കനാഡൂന്ന് നേരെ ഞങ്ങൾ പുരമ്പാവൂർ വഴി സ്വിറ്റ്സർലാൻഡിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ എറണാകുളം കാക്കനാട് എന്ന് പറയുന്ന സ്ഥലത്തു നിന്നും യാത്ര ആരംഭിച്ചു. നല്ല ചുക്ക് കാപ്പി, മഴയുള്ള ദിവസം നല്ല ചുക്ക് കാപ്പി കുടിച്ച് ഞങ്ങൾ കാഴ്ചകളിലേക്ക് പ്രവേശിച്ചു. മലമ്പുഴ എന്ന് പറയുന്ന സ്ഥലമാണ് ഇത്. നമ്മുടെ ഭൂതത്താൻകെട്ട് അണക്കെട്ടിൻ്റെ വൃഷ്ടിപ്രദേശമാണ്. ഇവിടെ നല്ല പുൽമേടുകൾ, നല്ല പ്രകൃതി ഭംഗികൾ. ഈ പുൽമേടുകളൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും ഇതിന് സ്വിറ്റ്സർലാൻഡ് എന്ന് പേരിട്ടേക്ക്. ആരാണിതിൻ്റെ പേരിട്ടതെന്ന് അറിയത്തില്ലെങ്കിലും ഇതിപ്പോൾ ഫേമസ് ആയിട്ടൊരു സ്ഥലമാണ്. ഒത്തിരി പേര് അവധി സമയങ്ങൾ, ഒഴിവു നേരങ്ങൾ ചെലവഴിക്കാനായിട്ട് പല ദേശത്തു നിന്നും കടന്നു വരുന്നുണ്ട്. കുട്ടികൾക്ക് കളിക്കാനും ഇരിക്കാനും ഒക്കെ നല്ല സ്ഥലമാണ്. നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ്. ഒരു വലിയ ഏരിയയാണ്. ഒരു പച്ചപ്പ് നിറഞ്ഞ പുല്ലുകൾ നിറഞ്ഞ ഒരു സ്ഥലം. ഇത് ഇപ്പോൾ ഡാം അടച്ചു കഴിഞ്ഞ് ഡാം തുറന്നിട്ടേക്കാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് വെള്ളം കുറയുമ്പോൾ, ഡാമിലെ വെള്ളം കുറയുമ്പോഴാണ്. അല്ലാത്ത സമയം ഇവിടെ എല്ലാം ഫുള്ള് വെള്ളം നിറയുന്ന സ്ഥലമാണ്. ഇപ്പോൾ ഇവിടെ കാഴ്ചകൾക്കും ആളുകൾക്ക് ഇറങ്ങി ഇരിക്കുവാനും നടക്കുവാനും കുട്ടികൾക്ക് കളിക്കുവാനും സമയം ചെലവഴിക്കാൻ പറ്റിയ പ്രദേശമാണ്. അരുവി പോലെ ഒഴുകുന്ന വെള്ളങ്ങൾ, തെളിഞ്ഞ വെള്ളം. അവിടെ കാല് കഴുകുവാനും കുളിക്കാൻ പറ്റത്തില്ല, എന്നാലും നല്ല തണുത്ത വെള്ളമായിരുന്നു. നല്ല ഐസ് വാട്ടർ. അപ്പോൾ മലകളാൽ ചുറ്റപ്പെട്ട ഒരു സ്ഥലത്തിൻ്റെ നടുവിൽ പുല്ലുകൾ നിറഞ്ഞൊരു ഏരിയ. കുട്ടികളുമായിട്ടും കുടുംബമായിട്ടും ഒക്കെ പോകാൻ പറ്റിയ ഇടമാണ്. മനസ്സിന് കുളിർമയുണ്ടാവുന്നൊരു കാഴ്ചകളും അനുഭവങ്ങളുമാണ് ഇവിടെ നമ്മളെ കാത്തിരിക്കുന്നത്. അങ്ങനെ പിള്ളേർ നല്ലതായിട്ട് എൻജോയ് ചെയ്തു. നല്ല പുഴയിലൊക്കെ ഇറങ്ങി ചെളിമണ്ണിലൊക്കെ മണ്ണ് കൊണ്ട് അതൊക്കെ ഉണ്ടാക്കി കളിച്ചു. അവർ
എന്തായാലും നല്ലതായിട്ട് എൻജോയ് ചെയ്തു. സ്വിറ്റ്സർലൻഡിൽ ഞങ്ങൾക്ക് ഒരു ദിവസം ചെലവഴിക്കാൻ സാധിച്ചു. അതിൻ്റെ ഇടയ്ക്ക് മഴയുണ്ടായിരുന്നു. മഴയിൽ ഞങ്ങൾ നനഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആ മഴയും നനഞ്ഞ് തിരിച്ച് വണ്ടിയിൽ കയറി ഭൂതത്താൻകെട്ട് അണക്കെട്ടിലേക്ക് പോയി. ഭൂതമുണ്ടാക്കിയ അണക്കെട്ടാണെന്ന് പറയുന്നു. അത് കണ്ടു. അങ്ങനെ ഭൂതത്താൻ അണക്കെട്ടും കണ്ട് ഞങ്ങൾ വൈകുന്നേരത്തോടു കൂടെ അവിടുന്ന് യാത്ര പറഞ്ഞു മടങ്ങിപ്പോന്നു. ഇനി പുതിയ യാത്രകളുടെ കാത്തിരിപ്പും തയ്യാറെടുപ്പുകൾക്കുമായിട്ടുള്ള സമയമാണ്. ബായ്.